Please welcome Jasi Jen and Jairaj sir onto the stage for the cassette revealing. Everybody give a big round of applause for the grand moment. ശാന്തമി രാത്രിയിൽ എന്ന മൂവിയുടെ ഓഡിയോ ലോഞ്ച് ഇതാ ആഘോഷമായി തന്നെ ഈ വേദിയിൽ നടത്തപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ തന്നെ. ശാന്തമി രാത്രിയിലാണ്. ഏറ്റവും ഗംഭീരമായ ഒരു ടൈറ്റിലാണ് ഈ സിനിമയുടെ. അതിപ്പം നമ്മളുള്ളത് കൊണ്ട് പറയുന്നതല്ല, വളരെ വളരെ ഇഷ്ടം തോന്നിക്കുന്ന ഒരു ടൈറ്റിൽ. ഒരുപക്ഷെ സാറിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടൈറ്റിൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടൈറ്റിലാണ്. ഒപ്പം എല്ലാ ജനറേഷനിലും പെട്ട ആൾക്കാർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ സാറ് വളരെ രസകരം. എനിക്കൊന്ന് ഇത്രയും ഡിഫറെന്റ് ജോണർ സിനിമകൾ ചെയ്തിട്ടുള്ള മലയാളത്തിൽ ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ അത് ജയരാജ് സാർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുള്ള ഒരു സെറ്റാണ്. നമ്മൾ പലപ്പോഴും ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ പടം നടക്കുമോ നടക്കാതെ പോവോ, നമ്മൾ റീപ്ലേസ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ പൊതുവെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളെ വിളിച്ചു, 2 days മുന്നേ നമ്മൾ ജോയിൻ ചെയ്തു, സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒരു തവണ വായിച്ചു, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് പോയൊരു സെറ്റ് കൂടിയാണ്. അതുപോലെ ഗോകുലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഗോകുലിൻ്റെ ആർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞ് കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന്. അതുപോലെ നല്ലൊരു സൗഹൃദവും ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. ഇവൻ സിദ്ധാർത്ഥ് പരമനാണെങ്കിൽ അങ്ങനെ ഒത്തിരി നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടായിട്ടുള്ള ഒരു സെറ്റാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച്. സിദ്ധാർത്ഥനും എല്ലാവരും നമുക്ക് കോആക്ടേഴ്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു സിങ്ക് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ ആ സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ബ്ലെസ്സിസ് ആർട്ട് സ്കൂൾ ഞാൻ നേരെ ജയരാജ് സാറിന്റെ സ്കൂളിലേക്ക് പോയി. ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ എനിക്ക് കവർ ചെയ്തിട്ട് അവസാനം നല്ലൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫോർ ബീയിങ് എ സച്ച് എ വണ്ടർഫുൾ കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗോകുൽ അവരെ ഹക്കിയുമായി കണ്ടുപോയി, എന്ത് ചെയ്യാനല്ലേ. ഓൾറൈറ്റ്, അടുത്തതായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് സവിത മാമിനെയാണ്. നമ്മുടെ ഡയറക്ടർ ജയരാജ് സാറിന്റെ വൈഫാണ് ആൻഡ് ഓൾസോ ഇന്ത്യൻ കോസ്റ്റ്യൂം ഡിസൈനർ.